യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം അല്പസമയമായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ അവിടുന്ന് അനുവദിച്ച കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് സ്നേഹവും സഹതാപവും ആർദ്രതയും വെളിപ്പെടുത്തുക എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം ചിന്തിക്കുവാനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. നമുക്ക് ഒരു വാക്യം വായിച്ചു തുടങ്ങാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. കേട്ടതായ തിരുവചന ഭാഗങ്ങളെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം ചെയ്യപ്പെട്ടവരുടെ മേൽ വലിയ ഉത്തരവാദിത്തമാണ് വരുന്നത്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വചനം പറയുന്നു. അതായത് നമ്മൾ മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം മറഞ്ഞിരിക്കുന്നു. എങ്ങനെ മരിച്ചത്? നമ്മൾ വെള്ളമെന്ന കല്ലറയിൽ മരിച്ച് സ്നാനപ്പെട്ട് ആ പഴയ മനുഷ്യൻ മരിച്ച് ഒരു പുതുക്കം പ്രാപിച്ച് ദൈവത്തോടു കൂടെ ആയിരിക്കുന്നെന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ പുതുക്കം പ്രാപിച്ച മനുഷ്യനായ നാം ഓരോരുത്തർക്കും വളരെ ഉത്തരവാദിത്തം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ട്. കാരണം നാം ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതൊക്കെയും ഇനി സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ എത്തപ്പെട്ട നാം എല്ലാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ചിന്തയായിരിക്കണം, അവൻ്റെ സ്നേഹത്തിലായിരിക്കണം. നമ്മൾ സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം. കാരണം ദൈവത്തിൻ്റെ സംസാരമായിരിക്കണം ഓരോ വ്യക്തിയും സ്നാനപ്പെട്ടതായ പൈതൽക്കും ഉള്ളതായിരിക്കണമെന്ന് ഇവിടെ നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്വഭാവത്തിൽ കൂടിയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. നമ്മളൊരു സാക്ഷ്യമായി ദൈവസന്നിധിയിൽ കാണപ്പെടണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി, പഴയത് മാറിപ്പോയി. നമ്മൾ ക്രിസ്തുവിൽ കൂടി സ്നാനപ്പെട്ട നമ്മൾ ആ പഴയതെല്ലാം ആ വെള്ളത്തിൽ കുഴിച്ചു മൂടിയിട്ട് പുതുക്കം പ്രാപിച്ച് വരുമ്പോൾ ഇനി നമ്മൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിലും ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തിയാലും നമ്മൾ ജീവിക്കണം. നമ്മളൊരു മാതൃകയുള്ള ദൈവ പൈതലായി ലോകത്ത് വളരണമെന്നാണ് വചനം ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് എത്രമാത്രം സാധ്യമാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സാധ്യമല്ല എന്ന് പലരും പറഞ്ഞിരിക്കാം. എന്നാൽ നമ്മൾ ദൈവത്തോട് കൂടെ കൂടുതൽ ആഴമായി ചിന്തിച്ചും പഠിച്ചു പോകുമ്പോൾ അത് അസാധ്യമല്ല. ഇന്ന് പാപം നിറഞ്ഞ ലോകത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അസാധ്യമാണെന്ന് ചിന്തിക്കുമെങ്കിലും ആ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മളെ നടത്തിക്കുന്നു. കാരണം എന്തെന്നറിയാം, നമ്മൾ അവൻ്റെ കൃപയിൽ അവനെ ശരണം പ്രാപിച്ചുകൊണ്ട് അവനിൽ കൂടി പുതുക്കം പ്രാപിച്ച് നമ്മളൊരു പുതിയ സൃഷ്ടിയായി വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സധൈര്യം ദൈവത്തെ സാക്ഷീകരിക്കാം. നമ്മുടെ സ്വഭാവത്തിൽ കൂടി, നമ്മുടെ സംസാരത്തിൽ കൂടി, നല്ല ഒരു വ്യക്തി ചിന്തയിൽ കൂടി. അതിനായിരിക്കട്ടെ ഇന്നത്തെ ഓരോ പ്രഭാതവും നമ്മളെ വഴി നടത്തുന്നത്. നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ നമ്മളിൽ വരേണ്ട സ്വഭാവങ്ങളെപ്പറ്റി ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്ന 9 ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ പഴയത് മാറ്റി ദൈവത്തോടൊപ്പം ദൈവസന്നിധിയിൽ പുതുക്കം പ്രാപിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തി ആയതുകൊണ്ട് നമ്മൾ ആ ഫലം കായ്ച്ചുകൊണ്ട് ആ സ്നേഹത്തിലും ദൈവത്തിൻ്റെ കരുതലിലും വളരുവാൻ നമ്മളെ ഈ പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, അല്പനിമിഷം പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങൾ സൃഷ്ടാവും ഞങ്ങളുടെ പരിപാലകനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ പകൽക്കാലം തിരുസന്നിധിയിൽ ഞങ്ങളിതാ പ്രാർത്ഥനയുമായി കടന്നു വരുന്നു. കർത്താവേ, ഞങ്ങൾ കർത്താവേ അങ്ങയുടെ കരുതലിലും അങ്ങയുടെ കൃപയിലും ഈ ലോകത്തായിരിക്കുന്നു. കർത്താവേ,
ഞങ്ങൾ അങ്ങയെ സ്വന്തം രക്ഷിതാവായി സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന വ്യക്തികളാണല്ലോ കർത്താവേ. അവിടുത്തെ സ്നേഹത്തിൽ വളരുവാനും ഞങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തികളൊക്കെയും അവിടുത്തെ ചിന്തയിലാകാനും ഇടപെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് എത്രമാത്രം കർത്താവേ ഇന്ന് ഈ ലോകത്ത് ഞങ്ങൾക്ക് പറ്റുമെന്നറിയില്ല, എങ്കിലും ഞങ്ങൾ കർത്താവെ അവിടുത്തെ കൃപയോടുകൂടി ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വാക്കുകളും വചനവും കേട്ട പ്രിയപ്പെട്ടവരോട് ഇന്ന് സംസാരിക്കണം. അവരും കർത്താവെ അങ്ങയോടൊപ്പം നടന്ന് അങ്ങയുടെ സ്വഭാവത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും അവിടെ ഒരുക്കുമാറാകണമെന്ന് അടികൾക്കായി ജന്മിച്ചു മറ്റേ യേശുവിൽ കൂടി യാചിക്കുന്നു. കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗീയ നല്ല പിതാവേ.